കേരള രാഷ്ട്രീയത്തെ പ്രകമ്പനം കൊള്ളിച്ച ഒരു സംഭവമായിരുന്നു മാസപ്പടി കേസ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എസ്ട്രാലോജിക്കൽ സൊല്യൂഷൻ എന്ന കമ്പനിയും കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ ചുറ്റിപ്പറ്റിയുള്ളതാണ് മാസപ്പടി വിവാദം. സേവനങ്ങളൊന്നും നൽകാതെ മാസങ്ങളോളം ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലിയായി നൽകിയതിന് അന്ന് പ്രധാന ഒരു ആരോപണമുണ്ടായിരുന്നു. ആദായ നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകൾ പ്രകാരം വീണ വിജയന്റെ കർണാടകയിലുള്ള എസ്ട്രാലോജിക്കൽ കമ്പനി CMRLന് 1.72 കോടി രൂപ നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത്. വീണയുടെ IT കമ്പനി യാതൊരുവിധ സേവനങ്ങളും നൽകാതെയാണ് ഈ പണം കൈപ്പറ്റിയതെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. അതോടുകൂടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കേസ് നേരെ SFIക്ക് കൈമാറുകയാണ് ചെയ്തത്. അങ്ങനെ ഗുരുതരമായ ഒരു ക്രമക്കേടുകൾ ഉണ്ട് എന്ന പ്രാഥമികമായ അന്വേഷണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എത്തി നിൽക്കുന്നു. അങ്ങനെ അവർ എസ്ട്രാലോജിക്കിനെതിരെ വ്യാപകമായിട്ട് അല്ലെങ്കിൽ വിപുലമായ ഒരു അന്വേഷണം വേണമെന്ന് SFIയും പറയുന്നു. ഇതിനെതിരെ കമ്പനി നൽകിയ ഹർജികൾ കോടതി തള്ളുകയാണ് ചെയ്തത്. നിലവിൽ ഹൈക്കോടതിയിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എസ്ട്രാലോജിക്കൽ സൊല്യൂഷനും CMRLും തമ്മിലുള്ള ഇടപാടുകളിൽ ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി ഒരു സുപ്രധാനമായ ഒരു ഉത്തരവ് ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നു. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് ലിമിറ്റഡ് കമ്പനിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും സമർപ്പിച്ച എല്ലാ ഹർജികളും ഹൈക്കോടതി തള്ളുകയാണ് ചെയ്തത്. ഇതോടെ മാസപ്പടി കേസിൽ കള്ളപ്പണ നിരോധന നിയമം പ്രകാരം ഇഡിക്ക് അന്വേഷണം തുടരാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇഡി അയച്ച സമൻസുകൾ ചോദ്യം ചെയ്തും അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് CMRL കോടതിയെ സമീപിച്ചത്. എന്നാൽ അന്വേഷണത്തിൽ ഇടപെടാൻ കോടതി വിസമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇതേ കേസിൽ ചില ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കർശന നടപടികൾ കോടതി തടഞ്ഞിരുന്നു. പുതിയ ഉത്തരവോടെ ഈ തടസ്സങ്ങളെല്ലാം നീങ്ങും. നാളെ മുതൽ ഇഡിക്ക് വീണ വിജയനോ അല്ലെങ്കിൽ CMRL കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ എസ്ട്രാലോജിക്കിലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഹാജരാവണം, ചോദ്യം ചെയ്യൽ വേണ്ടി കൊച്ചിയിലെ ED സോണൽ ഓഫീസിൽ ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നോട്ടീസ് അയക്കാം. ഇനിയിപ്പോൾ നോട്ടീസ് കിട്ടിയിട്ടും വന്നില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഇഡിക്ക് ഡയറക്റ്റ് ആയിട്ട് ധൈര്യപൂർവ്വം പോകാനുള്ള എല്ലാ നീക്കങ്ങളും ഹൈക്കോടതി തന്നെ കൊടുത്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കമ്പനി ഉദ്യോഗസ്ഥർ ഇഡിക്ക് മുന്നിൽ ഹാജരാകണമെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി ഈ നിർദ്ദേശം കോടതി പറഞ്ഞ ഈ നിർദ്ദേശം പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇഡിയുടെ ഉദ്യോഗസ്ഥർക്ക് കോടതി പോയി തന്നെ അറസ്റ്റ് വാറണ്ട് വാങ്ങിച്ചുകൊണ്ട് ഇവരെ പോലീസിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഇഡിക്ക് തന്നെ സ്വമേധ അറസ്റ്റ് ചെയ്ത് ഇവരെ കൊണ്ടുവരാം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും അറസ്റ്റ് എന്ന കാര്യം തള്ളിക്കളയാൻ പറ്റില്ല എന്നത് ഒരു പ്ലസ് പോയിന്റ് ആണ്. വിധി വന്നതോടെ CMRL MD ശശീന്ദ്രൻ കർത്ത ഉൾപ്പെടെയുള്ള പ്രമുഖർക്ക് ഇഡി വീണ്ടും സമൻസ് അയക്കും. വരും ദിവസങ്ങളിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളമടക്കം ഉറ്റുനോക്കുന്നത്. കാരണം ഓരോ പാർട്ടിയിലെ ഓരോ സമയങ്ങളിലടക്കം ഇപ്പോൾ എന്തുകൊണ്ട് പിണറായി വിജയൻ തോറ്റു എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നു. പിണറായി വിജയനെ വറുത്തു കോരുന്നു. ആ ഇടയ്ക്ക് വീണ വിജയൻ കൊച്ചിയിലെ ഇഡിയുടെ ഓഫീസിൽ ഹാജരായാൽ അത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബോംബ് സ്ഫോടനം പോലെയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. IT സേവനങ്ങൾ നൽകാതെ തന്നെ CMRL കമ്പനി വീണ വിജയന്റെ എസ്ട്രാലോജിക്കൽ കമ്പനിക്ക് 1.72 കോടി രൂപ നൽകിയത് എന്തിനാണ് എന്ന് പ്രധാനമായും പരിശോധിക്കുന്നതാണ് ഈ ഒരു കേസ്. ഈ പണം കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഭാഗമാണോ എന്നും രാഷ്ട്രീയ സ്വാധീനം ഇതിന് പിന്നിലുണ്ടോ എന്നും ഇഡി സംശയിക്കുന്നുണ്ട്. ഇതൊരു സാധാരണ ബിസിനസ് കരാറാണെന്നും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും അതിനാൽ ഇഡിയുടെ സമാന്തര അന്വേഷണം ആവശ്യമില്ലെന്നാണ് കമ്പനി കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഈ വാദം കോടതി അംഗീകരിച്ചിട്ടില്ല. CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിലൂടെ പണത്തിന്റെ ഉറവിടം, ആരുടെ നിർദ്ദേശപ്രകാരമാണ് പണം കൈമാറിയത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാകുമെന്നാണ് ഇഡി പറയുന്നത്. നേരത്തെ തന്നെ കൊച്ചിയിലെ CMRL ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഈ പണങ്ങൾ രാജ്യദ്രോഹ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു അന്വേഷണം, അങ്ങനെ ഒരു സംശയം ഇഡി ഉദ്യോഗസ്ഥരും SFIയും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ചുവട് പിടിച്ചായിരിക്കും ഇഡി ഇനി രണ്ടാമതും ഈ കേസ് ഫയൽ തുറക്കാൻ പോകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.